12 ആളുണ്ട്. 9 ആൾക്കാരെ ഞാൻ ബോർഡിൽ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് അടുത്ത ഒരു സെക്ഷനും പാടായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് 2003 91 ഭേദഗതി. 2003 91 ഭേദഗതി പ്രകാരം എന്താണ്, ലോക്സഭയിലും നിയമസഭയിലും എത്ര ശതമാനം, ഒരു നിയമസഭേന്റെ ലോക്സഭേന്റെ 15% മന്ത്രിയാകാൻ പാടുള്ളൂ. എത്രയാണ്? 15%. ഓക്കെ അല്ലേ? 2003 91 ഭേദഗതി 15% മന്ത്രി. 15% മന്ത്രി എന്ന് പറഞ്ഞാൽ എത്ര നിയമസഭാ സീറ്റുകളുണ്ട് കേരളത്തില്? കേരളത്തിൽ എത്ര നിയമസഭാ സീറ്റ് ഉണ്ട്? 140ന്റെ 10% എത്ര? 140ന്റെ 10% 14. ഓക്കെ. 5% എത്ര? അപ്പൊ 14 7 എത്ര? അപ്പൊ എത്ര മന്ത്രിമാരാണ്? 140ന്റെ 15% എന്ന് പറഞ്ഞാൽ 21 മന്ത്രിമാർ അല്ലെ? പൊതുവെ LDF ഭരിക്കുമ്പോ ചെലവ് ചുരുക്കൽ ഭാഗമായിട്ട് 21 മന്ത്രിമാര് പറഞ്ഞാൽ അധികം 19 മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ലുള്ളൂ. പ്രാവശ്യം എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുത്തേക്കണേ. UDF ഭരിക്കുമ്പോ കറക്റ്റ് 21 ആൾക്കാരുണ്ടാവില്ലേ? LDF ഭരിക്കുമ്പോ ചെലവ് ചുരുക്കാന്നൊക്കെ പറഞ്ഞിട്ട് 19 20 ആക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുത്തേക്കണേ. ഓക്കെ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് 21 മന്ത്രിമാരാണ്. അപ്പൊ ഏത് ഭേദഗതി വയ്ക്കും? 2003 91 ഭേദഗതി പ്രകാരം 2003 91 ഭേദഗതി പ്രകാരം എത്ര ശതമാനം മന്ത്രി? 15%. ഓക്കെ. 140ന്റെ 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21. അപ്പൊ കറക്റ്റ് മന്ത്രിമാരായില്ല? 21 മന്ത്രിമാര്. പിന്നെ ഓരോ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം വീതം വെപ്പ് നടത്തും. CPM-ന് 12 മന്ത്രിമാരാണ്, CPI-ക്ക് 4 മന്ത്രിമാരാണ്. പിന്നെ ഓരോ ഘടകകക്ഷികൾക്ക് 12 മന്ത്രിമാര് കേട്ടോ. CPM-ന് ശരിക്കും CPM-ന് ഒരു 15 മന്ത്രിമാർ വരെ എടുക്കാം. പക്ഷെ ഒരു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 12 ആക്കിയിട്ടുള്ളൂ. CPI-ക്ക് 5 6 മന്ത്രിമാരെടുക്കാം. പക്ഷെ ഒരു 4 ആൾക്കാരെ ഒരു ഘടകകക്ഷികൾ എന്നുള്ളതില് മന്ത്രിമാരെണ്ണൊക്കെ അവർ കുറച്ചിട്ട് എല്ലാവർക്കും കൊടുത്താട്ടാ, വീതിച്ചു കൊടുത്താട്ടാ. ഓക്കെ. CPM-ന് 12 മന്ത്രിമാർ. അപ്പൊ അതിൽ 9 ആൾക്കാരെ എഴുതിയിട്ടുള്ളൂ. ഇനി ഒരു 3 ആളും കൂടെ എഴുതി തരട്ടോ CPM-ന്റെ. അപ്പൊ നിങ്ങളെ ഭേദഗതി പഠിക്കുക. 2003 91 ഭേദഗതി പ്രകാരം എത്ര ശതമാനം മന്ത്രി പറഞ്ഞത്? 15%. അപ്പൊ 140 നിയോജക മണ്ഡലത്തില് 140ന്റെ 15% എത്ര? 21. ഓക്കെ അല്ലേ? ഈ സാധനങ്ങൾ പഠിക്കണം കേട്ടോ. 2003 91 ഭേദഗതി പ്രകാരം 15% മന്ത്രി. 15% മന്ത്രി പറഞ്ഞാൽ എത്രയാണ്? 21. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ മന്ത്രിമാരെ വകുപ്പുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ആദ്യം എഴുതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ? ഞാൻ പറഞ്ഞു തന്നിട്ട് എഴുതിയാ പോരാ? എന്റെ അക്ഷരത്തെറ്റുണ്ട് ഇതില് കേട്ടാ. മലയാളം ചിലപ്പോ ചില അക്ഷരങ്ങളൊക്കെ കിട്ടൂല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുതരാട്ടാ. പിന്നെ ബോർഡല്ല, എങ്ങനെ നോക്കി എഴുതുമ്പോ ചെറിയ തെറ്റൊക്കെ വരും. ഇപ്പൊ വിട്ടുന്ന് എഴുതുമ്പോ പ്രശ്നം ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ. ഫസ്റ്റ് നമ്മളെ മെയിൻ ആരാണ്? മുഖ്യനാണ്. മന്ത്രിമാരിലെ മുഖ്യൻ ആരാണ്? ഒരു മന്ത്രിസഭ ഉണ്ടാവും, അതിലൊരു മുഖ്യൻ ചീഫ് ഉണ്ടാവും. ആരാണ്? ചീഫ് മിനിസ്റ്റർ അല്ലെ? മുഖ്യനായിട്ടുള്ള ആള് പിണറായി വിജയൻ. എവിടെ നിന്നുള്ള ആളാ? കണ്ണൂർ ജില്ലയിലെ ഏതോ മണ്ഡലം? ധർമ്മട. എവിടെയാണ്? ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ല ഏതാ? ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള? മലപ്പുറം. മലപ്പുറത്ത് എത്ര ഉണ്ട്? എത്ര? കറക്റ്റ് കേട്ടോ. 16 സീറ്റാണ് മലപ്പുറത്ത്. എത്രയാണ്? 16 സീറ്റാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള ജില്ലയാണ്, ഏറ്റവും ജനങ്ങളുള്ള ജില്ലയാണ് അല്ലെ മലപ്പുറം. 16 സീറ്റ്. തിരുവനന്തപുരത്തും കോഴിക്കോടും കറക്റ്റ് ആണ്. 14. എത്രയാണ്? 14. നിങ്ങൾ ഏറ്റവും കൂടുതലും കുറവും പഠിക്കുക. ഏറ്റവും കൂടുതൽ എവിടെ പറഞ്ഞത്? മലപ്പുറം. ഏറ്റവും കുറവ് എവിടെ? കുറവ് വയനാട്. എത്ര സീറ്റാ? കറക്റ്റ് ആണ്. വയനാട് 3 സീറ്റിലെ 3 സീറ്റില് ഒന്നും പാടണ്ടേ? മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി അല്ലെ? കൽപ്പറ്റ MLA ആരാണ്? എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇന്നലെയും പാടെ വന്നിട്ടുള്ളൂ. മെഡിക്കൽ കോളേജിൽ 3 ആൾ മരിച്ചു പറഞ്ഞിട്ട്. ആരാണ്? കൽപ്പറ്റ MLA. കോൺഗ്രസിന്റെ ഒരു ആളാണ്. ആരാ? പ്രതിപക്ഷത്ത് നിന്ന് എപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ്. T സിദ്ദീഖ് അല്ലെ? T സിദ്ദീഖാണ്. ഏടെ? കൽപ്പറ്റ MLA അല്ലെ? വയനാട് MLA എന്ന് പറയാം. കൽപ്പറ്റയാണ്. ആര്? T സിദ്ദീഖ്. പിന്നെ മാനന്തവാടി ഉള്ളത് സുൽത്താൻ ബത്തേരി ഉള്ളത്. മാനന്തവാടി MLA ആരാ?
OR കേളു. ആരാണ്? OR കേളു. വയനാട് എന്നുള്ള CPM-ന്റെ ആദ്യത്തെ ഒരു മന്ത്രിയാണ് OR കേളു അല്ലെ. മാനന്തവാടി MLA ആരാ? മാനന്തവാടി IC ബാലകൃഷ്ണൻ. ആരാണ്? IC ബാലകൃഷ്ണൻ. കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും കുറവ് നിയമസഭാ സീറ്റുകളുള്ള ജില്ല ഏതാ? വയനാട്. പിന്നെ നിങ്ങൾ ഓരോ MLA-മാരും മനസ്സിലാക്കി വെക്കണം കേട്ടാ. ഓരോ MLA-മാർ എവിടെയാന്നുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ കോൺഗ്രസിന് എത്ര വനിതാ MLA-മാരുണ്ട്? വനിതാ MLA-മാര് കോൺഗ്രസിന് എത്ര വനിതാ MLA-മാരുണ്ട്? അത് ഭർത്താവ് മരിച്ചപ്പം ഭാര്യനെ മത്സരിപ്പിച്ച ജില്ലല്ലേ? ഏതാണ്? PT തോമസിന്റെ ഭാര്യ ആരാണ്? ഉമാ തോമസ്. ഉമാ തോമസ് ആണ് ആര്? കോൺഗ്രസിന്റെ MLA. കോൺഗ്രസിന് വേറെ MLA, ലീഗിന് MLA ഇല്ല. കോൺഗ്രസിന് MLA ഒന്നാണ് വന്നത്, ആര്? ഉമാ തോമസ്. പിന്നെ UDF മുന്നണിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വനിതാ MLA ഉണ്ട്. ആരാണ്? TP ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള KK രമ. ആരാണ്? TP ചന്ദ്രശേഖരന്റെ ഭാര്യയായിട്ടുള്ള RMP, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യന്റെ RMP ഐന്റെ ആളാണ് KK രമ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല, ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള ജില്ല ഏതാ? മലപ്പുറം. എത്ര നിയമസഭാ സീറ്റ് ഉണ്ട്? 16 സീറ്റ്. ഏറ്റവും കുറവ് നിയമസഭാ സീറ്റുകളുള്ള ജില്ല വയനാട്. വയനാട്ടിൽ എത്ര നിയമസഭാ സീറ്റ് ഉണ്ട്? 3 അല്ലേ? 3 MLA-മാര് ഞാൻ പറഞ്ഞേ. മലപ്പുറത്തിന്റെ നമുക്ക് എണ്ണാ തീരൂല. അതിനെക്കൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കട്ടാ. ഏറ്റവും കുറവുള്ളതിനെ കൊണ്ട് വയനാടിന് പഠിച്ചു വെക്കരാ. കൽപ്പറ്റ MLA ആരാ പറഞ്ഞത്? കൽപ്പറ്റ MLA. കൽപ്പറ്റ ചെന്ന് ഇറങ്ങിയാൽ തന്നെ ബസ് സ്റ്റാൻഡിന്റെ മേലെ കൽപ്പറ്റന്റെ MLA-ന്റെ ഓഫീസൊക്കെ ഉണ്ട്. ആരാ കൽപ്പറ്റ MLA? T സിദ്ദീഖ് അല്ലേ? പിന്നെ മാനന്തവാടി MLA ആരാ? ആരാണ്? മാനന്തവാടി OR കേളു, മന്ത്രി കേട്ടോ. പിന്നെ അതാ സുൽത്താൻ ബത്തേരി ആരാ? IC ബാലകൃഷ്ണൻ. ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് 140-ല് 2 SC. ഏത്? വയനാട് ജില്ലയിലാ. കൽപ്പറ്റ ആരാ പറഞ്ഞ? കൽപ്പറ്റ പറഞ്ഞ T സിദ്ദീഖ്. സുൽത്താൻ ബത്തേരി ആരാ? IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ. അങ്ങനെ വെച്ചാൽ ഏതൊന്നും പാടെ പറഞ്ഞല്ലോ. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി. മാനന്തവാടി ആരാ? OR കേളു. ആരാണ്? OR കേളു. നമ്മൾ പറഞ്ഞല്ലോ 140 സീറ്റ് ഉണ്ട്. 140-ല് 15% എന്താണ്? ആരാ? മന്ത്രിമാരാണ്. 140-ന്റെ 10% ആര്? SC സീറ്റ്. ആരാണ്? SC 14 സീറ്റ്. ഓക്കെ. 140-ല് 2 സീറ്റ് ആരാ? 2 സീറ്റ് ST ആണ്. 2 സീറ്റ് ആരാണ്? ST. ഈ 2 ST മണ്ഡലങ്ങളാണ് വയനാടുള്ളത്. ഏതൊക്കെ? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഏതാണ്? ST മണ്ഡലങ്ങൾ. ST മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരി. അതാ വയനാടിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ലോക്സഭയ്ക്ക് 2 ആലത്തൂരും മാവേലിക്കരയും. ആലത്തൂരും മാവേലിക്കര കേട്ടോ. അത് നമുക്ക് പിന്നെ പഠിക്കട്ടാ. പാലക്കാട് മാവേലിക്കര ട്ടാ. കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കര ആലപ്പുഴയാണെന്ന് തോന്നുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരന്റെ MLA. മറ്റേതാ പറഞ്ഞത്? ആലത്തൂര് പാലക്കാട് രമ്യ ഹരിദാസൊക്കെ എന്നില്ലേ? അപ്പൊ അവിടുന്ന് രാധാകൃഷ്ണനാണ് അവിടുത്തെ MP. CPM-ന് ആകെ ഒരു MP ഉള്ളു കേട്ടോ. ഓക്കെ. നമുക്ക് വയനാട് ജില്ലേന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 സീറ്റുകളാണ് ഉള്ളത്. 3 2 ST റിസർവേഷൻ ആണ്. ഏതൊക്കെ 2 ST റിസർവേഷൻ? മാനന്തവാടിയും സുൽത്താൻ ബത്തേരി. ഓക്കെ അല്ലേ? പിന്നെ 140 നിയമസഭാ മണ്ഡലങ്ങള് 10% എന്താണ്? SC സീറ്റുകളാ. SC റിസർവേഷനാ. 140-ല് 10% SC റിസർവേഷൻ. അപ്പൊ 140-ന്റെ 10% എത്ര? 14 റിസർവേഷൻ സീറ്റുകളാണ് SC സീറ്റുകൾ കേട്ടോ. 14 കിട്ടണില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറയണ കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതിട്ടോ. ഞാൻ ഇങ്ങനെ ഫ്ലോയിലിങ്ങനെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ കിട്ടിയില്ലേ? 140-ന് 15% മന്ത്രിമാരാണ്. 140-ന് 10% SC സീറ്റുകളാണ്. പിന്നെ 2 ഷെഡ്യൂൾഡ് ട്രൈബാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഓക്കെ. ഇനി അടുത്ത് പിണറായി വിജയൻ. ഫസ്റ്റ് ഏതൊക്കെ വകുപ്പുകള്?
കണ്ണൂർ ജില്ലയിൽ ധർമ്മടത്ത് നിന്നുള്ള ആളാണ് പിണറായി വിജയൻ. ഏതൊക്കെയാ വകുപ്പുകള്? ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, IT, പരിസ്ഥിതി. പരിസ്ഥിതി അല്ലേ? പരിസ്ഥിതി ആർട്ടിക്കിൾ എത്ര? ഞാൻ നാളെ പറഞ്ഞില്ലേ പരിസ്ഥിതി ആർട്ടിക്കിൾ? പരിസ്ഥിതിന്റെ ആർട്ടിക്കിൾ എത്ര? ഞാൻ പറഞ്ഞില്ലേ പരിസ്ഥിതിന്റെ ആർട്ടിക്കിള്? ഇവിടെ ഫസ്റ്റ് ക്ലാസ് എടുക്കും പറഞ്ഞിട്ടില്ല? അത് 200 48 അന്ന് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഞാൻ ഒന്ന് വലിച്ചു പറഞ്ഞുതരാം. അന്ന് നിങ്ങൾ എഴുതിയതാ 40 പഞ്ചായത്ത്, 44 ഏകീകൃത സിവിൽ കോഡ്, 45 തന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, 48A 46 പറഞ്ഞാല് SC/ST, 47 ലിക്കർ പ്രൊഹിബിഷൻ ആക്ട്, 48 എന്താണ് ഗോവധം. അല്ല ഞാൻ അന്ന് ഇവർക്ക് പറഞ്ഞില്ലേ അന്ന് ഞാൻ പഠിപ്പിച്ചില്ല. 48A പരിസ്ഥിതി, അതിനോടായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞുതരാം. അന്ന് പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ അല്ലേ? ഞാൻ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ടീച്ചറെ, ഒന്ന് ഓർക്ക് ഒന്നും പാടൊന്ന് ക്ലാസ്സിലിരിക്കുമ്പോ ഒന്നും പാടെടുത്ത് കിട്ടും. ഒക്കെ ഇതില്ലേ 40 44 അത് പഠിച്ചാൽ മതിട്ടാ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിക്കുക. ഒന്നും പാടെ റിപ്പീറ്റേഷൻ പറഞ്ഞുതരാം. വീട്ടിൽ പോയിട്ട് പഠിക്കട്ടെ. നിങ്ങൾ നോട്ട് എഴുതിയതാ. 40 പഞ്ചായത്ത് രൂപീകരണം, 44 ഏകീകൃത സിവിൽ കോഡ്, 45 യൂണിഫോം സിവിൽ കോഡ്. നാൽപ്പത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. 21 പറഞ്ഞാൽ 6 to 14 21 6 to 14 21 കേട്ടോ. പിന്നെ 45 പറഞ്ഞ 46 എന്താ SC/ST കുറിച്ചിട്ട്, 47 46 SC/ST, 47 ലിക്കർ പ്രൊഹിബിഷൻ ആക്ട്, മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്താണ്. 1960 മുതൽ. 48 എന്താണ്? ഗോവധാണ്. ഇപ്പൊ 48A ആണ് എന്ത്? പരിസ്ഥിതി ട്ടോ. 48A പരിസ്ഥിതി. 49 മോണുമെന്റ്സ്, പുരാവസ്തു സംരക്ഷണം. 49 മോണുമെന്റ്സ്, പുരാവസ്തു സംരക്ഷണം. 50 എന്താ? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിന് വേർതിരിക്കുന്നതാണ് 50. 51 എന്താണ്? ഇന്റർനാഷണൽ പീസ് ആണ് 51. 51A എന്ന് പറഞ്ഞാല് മൗലിക കടമകളാണ്. 52 എന്ന് പറഞ്ഞാല് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. 52 മുതൽ 72 വരെ ഉണ്ട്. 72 പൊതുമാപ്പ് കൊടുക്കണം കേട്ടോ. പൊതുമാപ്പ്, രാഷ്ട്രപതി പൊതുമാപ്പ് കൊടുക്കൂലേ? ഇപ്പൊ വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രപതി പൊതുമാപ്പ് കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പിണറായി വിജയന്റെ വകുപ്പാണ് പറഞ്ഞത്. അപ്പൊ 48A എന്താണ്? പരിസ്ഥിതി. 48A പരിസ്ഥിതി. പിണറായി വിജയന്റെ വകുപ്പുകളാണ് അതൊക്കെ: ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, IT, പരിസ്ഥിതി. ഓക്കെ. അടുത്ത ആള് പറയട്ടെ. അടുത്താരാ? രണ്ടാമത്തെ KN ബാലഗോപാൽ. KN ബാലഗോപാൽ ഏതാ വകുപ്പ്? ജില്ല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ട്ടാ. ഏതാണ്? കൊട്ടാരക്കര ട്ടാ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ഏതാ വകുപ്പ്? ധനകാര്യം. ഏതാണ്? ധനകാര്യം, ലോട്ടറി, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ട്ടാ. KN ബാലഗോപാൽ ഏതാണ്? ധനകാര്യം, ലോട്ടറി. ധനകാര്യം എന്ന് പഠിച്ചാൽ കേട്ടോ. ധനകാര്യം, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാരാണ്? KN ബാലഗോപാൽ കേട്ടോ. അപ്പോൾ കൊല്ലല്ല പറഞ്ഞത്. അതാ തിരുവനന്തപുരത്ത് ഒരാളെ വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് തിരുവനന്തപുരമല്ല പറയണ്ടേ. തിരുവനന്തപുരത്ത് നിന്നുള്ള ആളാരാ? B ശിവൻകുട്ടി. ഏതാ മണ്ഡലം? നേമം മണ്ഡലാണ്. ഏതാണ്? നേമം. KN ബാലഗോപാലിന്റെ മണ്ഡലം ഏതാണ്? കൊട്ടാരക്കര. ഏതാണ്? കൊട്ടാരക്കര. B ശിവൻകുട്ടിന്റെ മണ്ഡലം നേമം. B ശിവൻകുട്ടിന്റെ വകുപ്പുകളൊക്കെയാ? തൊഴില്, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയില്ലേ?
അതിനൊപ്പം വിദ്യാഭ്യാസം നേടിയാൽ നമുക്ക് തൊഴിലും വേണ്ടേ? അപ്പൊ തൊഴില് വിദ്യാഭ്യാസം ആരോ വകുപ്പാ? വി ശിവൻകുട്ടിന്റെ വകുപ്പാണ് തൊഴില് വിദ്യാഭ്യാസം. ആരുടെ? വി ശിവൻകുട്ടിന്റെ നേമം. തിരുവനന്തപുരം ജില്ലയില് നേമം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ നേമാണ് ആരുടെ? വി ശിവൻകുട്ടീന്റെ മണ്ഡലം. ഓക്കെ അല്ല, മൂന്നാളാവും പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, കെ എൻ ബാലഗോപാൽ പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞത്? വി ശിവൻകുട്ടി ട്ടോ. വി ശിവൻകുട്ടി. ഓക്കെ അല്ല, വി ശിവൻകുട്ടീന്റെ വകുപ്പ് ഏതൊക്കെയാ? തൊഴിലും വിദ്യാഭ്യാസം. ഏതാ മണ്ഡലം? ഏതാ ജില്ല? ഓക്കെ. അടുത്ത് നാലാമത്തെ ആളാരാ? വി എൻ വാസവൻ. ആരാണ്? വി എൻ വാസവൻ. വി എൻ വാസവൻ ഏതാ ജില്ല? ഏതാ ജില്ല? അതന്നെ കോട്ടയം. ഏതാണ്? കോട്ടയം. ഏതാ മണ്ഡലം? ഏറ്റുമാനൂര്. ഏറ്റുമാനൂരാണ് മണ്ഡലം. ഏതൊക്കെ വകുപ്പുകള്? മെയിൻ വകുപ്പ് 2 ദിവസം മുന്നേ മൂപ്പര് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. തുറമുഖ അല്ലെ? തുറമുഖ മന്ത്രിയാണ് ആര്? വി എൻ വാസവൻ. പിന്നെ അതൊക്കെയാ? ദേവസ്വം സഹകരണം. ദേവസ്വം സഹകരണം. ഈ തുറമുഖ വകുപ്പ് തന്നെ ആദ്യം ആരെടുത്തായിരുന്നു? INL എടുത്തായിരുന്നു. അഹമ്മദ് ദേവർകോവിലിന്റെ അടുത്തായിരുന്നു. പിന്നെ അത് വീണ്ടും CPM നേരിട്ട് ഏറ്റെടുക്കുക. എന്താ പറഞ്ഞാല് വിഴിഞ്ഞെന്ന് വെച്ചൊരു തുറമുഖല്ലേ, അത് അവരുടെ പ്രസ്റ്റീജ് ഇതാണ്. അപ്പൊ ആരെ കൊണ്ടുവന്നുള്ള ആരതിന് വേണ്ടിയിട്ട് ഏറ്റെടുത്താട്ടോ. അഹമ്മദ് ദേവർകോവിൽ പിന്നെ 2.5 വർഷം കഴിഞ്ഞപ്പോ മാറിയും ചെയ്തില്ലേ. ഓക്കെ. വി എൻ വാസവന്റെ മണ്ഡലം എവിടെയാണ്? ജില്ല മണ്ഡലം വി എൻ വാസവൻ കോട്ടയം ജില്ലയില് ഏറ്റുമാനൂരാണ്. ഏതൊക്കെ വകുപ്പുകള്? ദേവസ്വം, തുറമുഖം, സഹകരണം. സഹകരണം ഇല്ലേ? സഹകരണം ഓരോ ബാങ്ക്, സഹകരണ ആശുപത്രിയിലെ ഏറ്റവും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണോ? മലപ്പുറത്ത് വെറും ബാങ്കുകളും പൈസ ഉണ്ടാക്കണ മാത്രമേ ഉള്ളൂ. കണ്ണൂർ ജില്ല ട്ടാ. കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോ ഫുള്ള് വനിതാ സഹകരണ ബാങ്ക് മാത്രമല്ല, വനിത, ദിനേശ് ഓഡിറ്റോറിയം, ദിനേശ് BD, ഇങ്ങനത്തെ ഓരോ മില്ലുകള്, ഏറ്റവും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതാണ്? കണ്ണൂരിലെ. സഹകരണ സ്ഥാപനങ്ങളുടെ തലവനാരാണ്? മെയിൻ ആള്. ഏറ്റവും കൂടുതൽ എന്താണ് ഇതുള്ള സ്ഥാനം, ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ മൂപ്പര് പേരിലല്ലേ. സഹകരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നൊക്കെ പറയല്ലേ. ഇന്ത്യൻ സഹകരണം അല്ല, നോർമൽ ബോർലോ അങ്ങോട്ട് പോട്ടോ. ഈ കേരളത്തിൽ കേട്ടോ, കേരളത്തിൽ ആരാ സഹകരണ? AKGന്റെ പേരിലല്ലേ ഏറ്റവും കൂടുതൽ കോഫി ഹൗസ് ഉള്ളതേ. അപ്പൊ അത്രയും ഹോട്ടലുകൾ തന്നെ ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ പോയി ഇറങ്ങിയാല് റൗണ്ടിലുള്ള ഹോട്ടലാ. ഓക്കെ. നമ്മൾ മലപ്പുറം ജില്ല മാത്രല്ല, പുറത്തേക്കൊക്കെ ഇങ്ങനെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് പഠിച്ച വി എൻ വാസവന്റെ വകുപ്പുകളാണ് അല്ലെ. വി എൻ വാസവന്റെ വകുപ്പുകളൊക്കെ ദേവസ്വം, തുറമുഖം, സഹകരണം. ഓക്കെ അല്ല, മെയിൻ വകുപ്പുകളാട്ടെ ദേവസ്വം, തുറമുഖം, സഹകരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചോണ്ടിട്ടാ. തുറമുഖ മന്ത്രി ആരാന്ന് ചോദിക്കട്ടോ. ആരാണ് തുറമുഖ മന്ത്രി വെച്ചാരാ? വി എൻ വാസവൻ. അപ്പൊ 4 ആളുകളെ പഠിച്ചിട്ടോ. അത് ആരെങ്കിലും പറഞ്ഞു കേട്ടോ. 4 പഠിച്ചിട്ടോ. ഇനി 5ാമത്തെ ആളാരാ? വീണ ജോർജ് അല്ലെ. വീണ ജോർജ് ഈ 15ാം നിയമസഭയില് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രി പ്രാതിനിധ്യമുള്ള ഒരു മന്ത്രിസഭയാണ് ഏത്? ഈ 15. 3 വനിതകളാണ് കേട്ടോ. കേരളത്തിൽ ഇന്നേ വരെ വനിതകൾക്ക് ഇത്ര പ്രാതിനിധ്യം കൊടുത്തില്ല. 2 കഴിഞ്ഞ പിണറായി സർക്കാരില് KK ശൈലജ ടീച്ചറും മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു. ഇതിൽ 3 ആളുകൾ കേട്ടോ. കേരളത്തിൽ ഇതുവരെ വനിതകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. 3 വനിത ആദ്യമായിട്ടാണ് ഏത്? 15ാം നിയമസഭയിലാണ് 3 വനിതകള് മന്ത്രിമാരായിട്ട് വരുന്നത്. അതിൽ എത്ര MLA-മാരുണ്ട്? 12 വനിതാ MLA-മാരുണ്ട്. ഓക്കെ. ബാക്കി 10 LDF-നും 2 UDF-നുള്ള വനിതാ MLA-മാര്. ഓക്കെ അല്ലെ. വനിതകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയും പാടെയാണ് LDF കേട്ടോ. ഓക്കെ. വി എൻ വാസവൻ കഴിഞ്ഞ അടുത്ത വീണ ജോർജ് അല്ലെ. അപ്പൊ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ഈ മന്ത്രിസഭയില് 15ാം ഇതില്. വീണ ജോർജിന്റെ വകുപ്പ് ഏതാ? സ്ഥലം എവിടെയാ? ജില്ല, മണ്ഡലം. ജില്ല ഏതാ വീണ ജോർജിന്റെ? വീണ ജോർജിന്റെ മണ്ഡലം ഏതാ? ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് പ്രസിദ്ധമായിട്ടില്ല. ആറന്മുള അല്ലെ.
അപ്പൊ ജില്ല ഏതാണ്? പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് വീണ ജോർജിന്റെ മണ്ഡലം. ഏതൊക്കെ വകുപ്പുകള്? ആരോഗ്യം, പിന്നെ ഏതാ? ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ആ വീണ ജോർജിന്റെ മണ്ഡലം ഏതാണ്? ഏതാണ്? ആ കണ്ണാടിനാലേക്ക് ഏതാണ്? ആറന്മുള. അപ്പൊ ഏതാ ജില്ല? പത്തനംതിട്ട. ഓക്കെ അല്ലേ? ഏതൊക്കെ വകുപ്പുകള് വീണ ജോർജിന്റെ? ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. അപ്പൊ വീണ ജോർജ് കഴിഞ്ഞിട്ടോ. വീണ ജോർജിന് 2 വകുപ്പുകളുള്ളൂ. ഏതൊക്കെയാണ്? ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ജില്ല ഏതാണ്? പത്തനംതിട്ട. മണ്ഡലം ആറന്മുള. ഓക്കെ അല്ലേ? അടുത്തേതാണ്? സജി ചെറിയാൻ. സജി ചെറിയാൻ എവിടെ നിന്നുള്ള ആളാ? ഏതാ ജില്ല? സജി ചെറിയാൻ ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂർ മണ്ഡലം. ഏതാണ്? ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂർ മണ്ഡലം കേട്ടോ. ഏതൊക്കെ വകുപ്പുകള്? ഫിഷറീസ്, യുവജനക്ഷേമം, സാംസ്കാരികം. സാംസ്കാരികം എന്ന് വെച്ചാൽ സിനിമ, അതൊക്കെ അതിൽ വരും കേട്ടോ. സാംസ്കാരിക മന്ത്രി എന്ന് വെച്ചാല് ഈ സിനിമ അവാർഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ സജി ചെറിയാന്റെ ഇതിലേക്ക് വരും കേട്ടോ. ഏതൊക്കെയാ സജി ചെറിയാന്റെ വകുപ്പുകള്? ഫിഷറീസ്, യുവജനക്ഷേമം, സാംസ്കാരികം. കിട്ടിയില്ല? അപ്പൊ സജി ചെറിയാന്റെ വകുപ്പ് ഏതൊക്കെയാ? ഫിഷറീസ്, യുവജനക്ഷേമം, സാംസ്കാരികം. ഏതാ ജില്ല? ഏതാ ജില്ല? ആലപ്പുഴ ജില്ല കേട്ടോ. ഏതാണ്? ആലപ്പുഴ. മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലം. ഓക്കെ അല്ലേ? ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കറക്റ്റ് പഠിക്കണം കേട്ടോ. സാധനങ്ങള്, മണ്ഡലങ്ങളും ജില്ലകളൊക്കെ മാറും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഞാൻ അതിങ്ങനെ എടുക്കാൻ കൊണ്ട് എനിക്കിങ്ങനെ ഓർമ്മ കേട്ടോ. ഓക്കെ. സജി ചെറിയാന്റെ മണ്ഡലം ഏതാണ്? ജില്ല ഏതാ? ചെങ്ങന്നൂർ. ജില്ല ആലപ്പുഴ. ഏതൊക്കെ വകുപ്പുകള്? ഫിഷറീസ്, യുവജനക്ഷേമം, സാംസ്കാരികം. ഓക്കെ. നമ്മള് മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏതായിരുന്നു? മെയിൻ തുറമുഖം പൊന്നാനി അല്ലേ? ഇപ്പൊ ഇങ്ങനെ താനൂര്, പരപ്പനങ്ങാടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് തുറമുഖങ്ങൾ വരട്ടെ, ഒരുപാട് ആളുകൾക്ക് പണി കിട്ടട്ടെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലെ ആളുകൾക്ക് അല്ലെ, PSC വഴിയും പിന്നെ ഒരുപാട് തൊഴിലാളികൾക്ക് പണി കിട്ടുന്ന ഒരു മേഖലയാണ് ഫിഷറീസ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതാ പി രാജീവിന്റെ മണ്ഡലം എവിടെയാ? ജില്ല ഏതാ? ജില്ല എറണാകുളം ജില്ലയാണ്. ഏതാ മണ്ഡലം? കളമശ്ശേരി. പി രാജീവിന്റെ മണ്ഡലം എറണാകുളം ജില്ലയില് കളമശ്ശേരിയാണ്. എന്താണ് വകുപ്പ്? നമ്മളെ കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. കുഞ്ഞാലിക്കുട്ടി UDF-ലാകുമ്പോ ആ വകുപ്പ് ഏതാണ്? വ്യവസായ. പി രാജീവിന്റെ മണ്ഡലം ഏതാണ്? അല്ല, മണ്ഡലം കളമശ്ശേരി, ജില്ല എറണാകുളം, വകുപ്പ് വ്യവസായം. കിട്ടില്ല? പി രാജീവിന്റെ വകുപ്പ് വ്യവസായമാണ്. ജില്ല ഏതാണ്? എറണാകുളമാണ്. മണ്ഡലം കളമശ്ശേരി. കാണില്ല? ഞാൻ ഇത് വിട്ടെടുത്തോളാം. നോട്ട് എഴുതാൻ പറ്റുന്ന ആൾക്കാര് എഴുതാൻ പറ്റുന്ന ആൾക്കാര് എഴുതിക്കോട്ടെ. എന്റെ അടുത്താണ്. ഞാൻ പിന്നെ നോട്ടും വിട്ടുതരണ്ടേ, ഞാൻ റൈസിന് വിട്ടുകൊടുത്തോണ്ട്. ഇപ്പൊ നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോ ഒന്നും പാടെ പഠിക്കും ചെയ്യാം, എഴുതും ചെയ്യാം. അത്രയും ഗുണങ്ങൾ കിട്ടും ഇവിടെ വന്നിരിക്കണ ആരത് കേട്ടാ. അപ്പൊ ടീച്ചർ അടുത്ത് വരട്ടെ. അപ്പൊ പി രാജീവിന്റെ നിങ്ങൾ എഴുതിയില്ല? വ്യവസായം, ജില്ല എറണാകുളം, മണ്ഡലം ഏതാ? കളമശ്ശേരി. ഓക്കെ. 8ാമത്തെ ആളവരാണ്? ഒരു വനിതാ മന്ത്രിയാണ്. നമ്മളെ മലപ്പുറം ജില്ലക്കാരന്റെ വൈഫാണ്. പണ്ട് തൃശ്ശൂർ മേയറൊക്കെ ആളാണ്. ആരാണ്? പ്രൊഫസർ R ബിന്ദു അല്ലെ? വിജയരാഘവന്റെ വൈഫാണ്. പ്രൊഫസർ R ബിന്ദുവിന്റെ വകുപ്പ് ഏതൊക്കെയാ? ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി അല്ലെ? ഏതാ മണ്ഡലം? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കേട്ടോ. പ്രൊഫസർ R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ. ഇത് 2 പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ്. ഈ സാമൂഹ്യനീതി ഉള്ളല്ലേ, ഇത് പൊതുവെ ആരോഗ്യമന്ത്രിക്കാണ് കൊടുക്കല്. ആരോഗ്യമന്ത്രി ആരാ? വീണ ജോർജ് അല്ലെ? ഈ സാമൂഹ്യനീതി എടുത്തു മാറ്റിയിട്ട് ആർക്ക് കൊടുത്തു?
പ്രൊഫസർ ആർ ബിന്ദുവിന് കൊടുത്തു. അതാ PSCക്ക് ചോദിക്കുകയും ചെയ്തിട്ടോ. എന്താ വെച്ചത്? ഇപ്പോഴത്തെ എന്താ വെച്ചാൽ സാമൂഹ്യ നീതി മന്ത്രി ആരാന്ന് വെച്ച്. ആരാണ്? പ്രൊഫസർ ആർ ബിന്ദു. ആരാണ്? പ്രൊഫസർ ആർ ബിന്ദു ട്ടാ. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടാ. സാമൂഹ്യനീതി, ഉന്നത വിദ്യാഭ്യാസം. ആരാണ്? പ്രൊഫസർ ആർ ബിന്ദു. ഏതാ ജില്ല? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ് മണ്ഡലം. ഓക്കെ, കിട്ടിയില്ല? പ്രൊഫസർ ആർ ബിന്ദു പറഞ്ഞാല് ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി. സാമൂഹ്യനീതി ഇമ്പോർട്ടന്റ് ആട്ടോ, എഴുതി വെക്കണം, PSC ചോദിച്ചാട്ടോ സാമൂഹ്യനീതി. ഓക്കെ, അടുത്ത 9ാമത്തെ ആള് MB രാജേഷ്. MB രാജേഷ് എവിടെ നിന്നുള്ള ആളാ? പാലക്കാട് ജില്ലയില് തൃത്താല. ഓപ്പോസിറ്റ് നിന്ന ആളും അടിപൊളി നേതാവായിരുന്നു. കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ VT ബൽറാം. നല്ല അടിപൊളി വ്യക്തിയാണ് കേട്ടോ. MB രാജേഷിനെ പോലെ തന്നെ രണ്ടാളും നിരീശ്വരവാദികളാണ്. ഓക്കെ, MB രാജേഷിന്റെ വകുപ്പ് ഏതൊക്കെയാ? MB രാജേഷിന്റെ വകുപ്പ് എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, പാർലമെന്ററി ക്ഷേമം. ഇതൊക്കെ എടുത്തു വെച്ച വകുപ്പുകളാട്ടാ. എക്സൈസും തദ്ദേശ സ്വയംഭരണവും പാർലമെന്ററി ക്ഷേമം. ഓക്കെ അല്ലേ? MB രാജേഷിന്റെ വകുപ്പുകളാണ് എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, പാർലമെന്ററി ക്ഷേമം. എക്സൈസും തദ്ദേശ സ്വയംഭരണം ഇതിന് മുന്നാരായിരുന്നു മന്ത്രി? ഈ പിണറായിന്റെ ഫസ്റ്റ് മന്ത്രിസഭയിൽ തന്നെ ഗോവിന്ദമാഷായിരുന്നു. MB ഗോവിന്ദമാഷില്ലേ? CPM-ന്റെ ഒരു ഉന്നത പോസ്റ്റിലേക്ക് പോയപ്പോ ആ സ്ഥാനത്തേക്ക് വന്ന ആളാണ് ആര്? അന്ന് സ്പീക്കറായിരുന്ന MB രാജേഷ് ട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാട്ടോ. MB രാജേഷിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, പാർലമെന്ററി ക്ഷേമം. തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ്? പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണം ഉണ്ടാവും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ആ ഇതിൽ വരും കേട്ടോ. കോർപ്പറേഷൻ, അതൊക്കെ തദ്ദേശ സ്വയംഭരണം. അപ്പൊ MB രാജേഷിന്റെ മണ്ഡലം എവിടെയാ? തൃത്താല. ഏത് ജില്ല? പാലക്കാട് ജില്ല അല്ലെ? ഏതൊക്കെയാ വകുപ്പുകള്? ആദ്യം സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി കൊടുക്കുന്ന വകുപ്പ് ഏതാ? പാർലമെന്റ് ആണോ? സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന വകുപ്പ് ഏതാ? എക്സൈസ് ഇട്ടാ. ഏതാണ്? എക്സൈസ്. പിന്നെ ഏതാ? തദ്ദേശ സ്വയംഭരണം. നമ്മൾ നികുതിയൊക്കെ അടയ്ക്കണ തദ്ദേശ സ്വയംഭരണം. പിന്നെ ഏതാ? പാർലമെന്ററി ക്ഷേമം. ഓക്കെ അല്ലേ? ഇത്രയും 9. ഇനി 3 പാടെ എഴുതിയാല് CPM-ന്റെ മന്ത്രിമാരായിട്ടാ. 21 CPM-ന്റെ ആദ്യത്തെ 12 മന്ത്രിമാരാവും. ഇത്രയും കാര്യങ്ങൾ എഴുതിയില്ല നിങ്ങളെ? എക്സൈസാ? എക്സൈസ് തരം മദ്യല്ലേ? ലിക്കറല്ലേ? കുടിക്കണല്ല? ഇല്ല അതന്നെ എക്സൈസ്. ലഹരീന്റെ ഒക്കെ ഇട്ടാ? ലഹരീന്റെ നമ്മളെ എക്സൈസ് തന്നെ. എക്സൈസ് വകുപ്പല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തലശ്ശേരി, കണ്ണൂർ ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ. അത് എറണാകുളത്ത് തന്നെ. ഇപ്പൊ എല്ലാ ജില്ലയിലും ഏറ്റവും കൂടുതൽ ലഹരികൾ ഇല്ലേ? ഓർക്ക് മെയിനായിട്ട് വേറെ അതുണ്ട്. ഭക്ഷ്യല്ല, നമ്മളതില്ലേ ഫാർമസി ഒക്കെ ഇല്ലേ, ഈ മരുന്ന് ഷോപ്പുകള്, പിന്നെ അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ബലാരിഷ്ടം ഇതൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി ചെക്ക് ചെയ്യലുണ്ട് കേട്ടാ. ഈ മരുന്നൊക്കെ ഉണ്ടല്ലോ കൂടുതൽ ഓവർഡോസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ നിന്നൊക്കെ ഓരോരുത്തർ വാങ്ങൂലേ, അതൊക്കെ അവർ പിടിക്കട്ടോ. ആ എക്സൈസിന് പിടിക്കാനുള്ള അധികാരമുണ്ട്, അവർക്ക് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. മറ്റേ അതുപോലെ ഈ ഫാർമസി ഇതൊക്കെ ഇല്ലേ, ബലാരിഷ്ടം, ദശമൂല്യം, അതൊക്കെ ഓവർഡോസ് ആയി കഴിഞ്ഞാൽ എന്തായി, ഒരു കുപ്പിക്ക് 4 കുപ്പിയൊക്കെ അടിച്ചതിൽ ഏകദേശം മദ്യം അടിക്കുന്നതിന് തുല്യമായി. ഈ കൊറോണ സമയത്തൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കുടിച്ചിനല്ലോ, ഇത് കിട്ടാണ്ട് അല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദശമൂലാരിഷ്ടം, ബലാരിഷ്ടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, അവിടെയൊക്കെ ചെക്ക് ചെയ്യലാരാ? എക്സൈസുകാര്. ആ അതന്നെ, കൂടുതൽ ഈ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഓവർഡോസായി. ഈ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ അത് കുടിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർ കണ്ടില്ലേ, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നില്ലേ, ഇത് ഓവർ അടിച്ചിട്ട് അത് കിട്ടാതെ കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ MDMA അല്ലേ ഏറ്റവും കൂടുതൽ അല്ലേ.
എന്നാ ഇത് കഴിഞ്ഞില്ലേ? ഇത് നോട്ട് എല്ലാരും എഴുതിയില്ലേ? ഞാൻ ആർക്ക് ഫോട്ടോ എടുക്കണോ? ഒരു 3 പാടെ കഴിഞ്ഞിട്ട് കൊടുത്താലോ? ഒരു 3 പാടെ അത് കഴിഞ്ഞാ ഇത് അവർക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡി ഒക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഒരു 3 പാടെ കഴിഞ്ഞാലേ നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ഇത് നീങ്ങാത്ത സാധനം, ഞങ്ങൾക്ക് കണ്ടമാന സാധനം ഒന്ന് എടുക്കാൻ വെച്ചേനെ, പക്ഷെ നീങ്ങണില്ല. ഒരു 3 പാടട്ടാ. 3 പാടെ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം എന്ന് പറഞ്ഞാളേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. ഇത് അല്ല നീങ്ങൂല, ലൈറ്റിന്റെ പ്രശ്നം എന്താ? ഞങ്ങൾക്ക് നോട്ട് വിട്ട് തരാട്ടാ, റൈസിന് വിട്ട് കൊടുത്തോളാം. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ചോദിക്കട്ടോ നിങ്ങൾക്ക്. കറണ്ട് അഫയേഴ്സ് മായിക്കട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, ഇത് 3 വകുപ്പാടെ ഉണ്ട്. റെസ്റ്റ് ഇട്ടോ. ഫസ്റ്റ് ഏതാ? നമ്മളെ മലപ്പുറം ജില്ലേന്റെ മന്ത്രി ആരാണ്? മലപ്പുറം ജില്ലേന്റെ മന്ത്രി വി അബ്ദുറഹ്മാൻ. ഏതാണ് മണ്ഡലം? മണ്ഡലം ഏതാ? താനൂരില്ലേ? താനൂർ എന്ന് പറയുമ്പോൾ ഒരു 2-3 വർഷം മുന്നേ ഒരു പ്രധാന സംഭവം ഉണ്ടായിരിക്കണേ അവിടെ പൂരപ്പുഴയില്. എന്തായിരുന്നു? ബോട്ടപകടം അല്ലേ? 22 ആളുകൾ മരിച്ചുല്ലേ? ആരാ അന്വേഷണ കമ്മീഷൻ വെച്ചാൽ VK മോഹന കമ്മീഷനാട്ടാ. ആരാണ്? VK മോഹന കമ്മീഷൻ. ഞാൻ പിന്നെ നോട്ട് പറഞ്ഞുതരാട്ടാ. 22 ആളുകൾ മരിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തൊക്കെ അതിൽ മരിച്ചിരുന്നു കേട്ടോ. ഒരു പോലീസുകാരനായിരുന്നു, മറ്റേ സബ്രുദ്ദീൻ എന്ന് പറയും. അപ്പൊ വി അബ്ദുറഹ്മാൻ കേട്ടോ. വി അബ്ദുറഹ്മാൻ മലപ്പുറം ജില്ലയില് താനൂരാണ്. മലപ്പുറം ജില്ലയില് താനൂർ നിയമസഭാ മണ്ഡലത്തിൽ കേട്ടോ. എന്തൊക്കെയാ വകുപ്പുകള്? കായികം, പ്രവാസി കാര്യം, വഖഫ്, ഹജ്ജ്,
ന്യൂനപക്ഷ ക്ഷേമം, പോസ്റ്റ്, റെയിൽവേ, ടെലഗ്രാഫ്. ഓക്കെ. കായികം മെയിൻ വകുപ്പാണ്. പിന്നെ പ്രവാസി കാര്യം, വഖഫ്, ഹജ്ജില്ലേ, ഹജ്ജ് മലപ്പുറം പോവാനായില്ലേ, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം, പോസ്റ്റ്, റെയിൽവേ, ടെലഗ്രാഫ്. ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ന്യൂനപക്ഷം ആദ്യം അത് മുഖ്യമന്ത്രിന്റെ അടുത്തായിരുന്നു. ഈ ഇത് വന്നപ്പോൾ മുഖ്യമന്ത്രിന്റെ അടുത്തായിരുന്നു ന്യൂനപക്ഷ ക്ഷേമം. പിന്നെ വീണ്ടും അബ്ദുറഹ്മാൻ കൊടുത്തൊരു വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമം. ഇന്ത്യയിൽ എത്ര ന്യൂനപക്ഷം ഉണ്ട്? ഇന്ത്യയില് വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയില് ഏതൊക്കെയാ? ന്യൂനപക്ഷം നിങ്ങൾക്ക് കേരളത്തിൽ എത്ര മെയിൻ പ്രബല ന്യൂനപക്ഷങ്ങൾ ഏതൊക്കെയാ കേരളത്തില്? മുസ്ലിം, ക്രിസ്ത്യൻ അറിയില്ലേ? 2 ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി. ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഏതൊക്കെയാണ്? 6 ഏതൊക്കെയാണ്? 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് 6 ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാ? മുസ്ലിം, ക്രിസ്ത്യൻ, പിന്നെ ഏതൊക്കെയാ? ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി. സിഖ്, പാഴ്സി. ഇന്ത്യയില് ആര്? മൻമോഹൻ സിംഗ്. പാഴ്സി മതക്കാരും എല്ലാരും ഒന്നും ഉണ്ടാവില്ല, അവരങ്ങോട്ടൊക്കെ ഉണ്ടാവുക. പാഴ്സി മതക്കാരൊക്കെ ശവശരീരങ്ങൾ കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ. മൻമോഹൻ സിംഗ് ഒക്കെ അതിലേക്ക് പെട്ട ആളാണ്. സിംഗ് അല്ലേ? അങ്ങനെ കുറെ സിംഗുമാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എത്ര? 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മളെ കേരളത്തില് പ്രബലം മുസ്ലിം, ക്രിസ്ത്യൻ, പിന്നെ ഏതൊക്കെയാ? ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി. ഓക്കെ, നിങ്ങളെ ഭാഷയിൽ എഴുതട്ടാ. 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് കേട്ടോ. കേന്ദ്രത്തിന്റെ അവിടുന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും ഫണ്ടുകളൊക്കെ കിട്ടുന്ന ഒരു വിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗം. നമ്മളെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പറയണ്ട ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറ്റിയിട്ടാ. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഏതൊക്കെയാ? മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി. കേട്ടില്ല? മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി. 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്, പ്രബലമായിട്ടുള്ള. കേരളത്തിൽ 2 ഉള്ളത് ഏതൊക്കെയാ? മുസ്ലിമും ക്രിസ്ത്യനും. ബുദ്ധന്മാര് കൂടുതലുള്ള ജില്ല ഏതാ കേരളത്തില്? നമ്മളെ ജില്ലയാണെന്ന് പറയുന്നത് PSC മലപ്പുറം ജില്ല കേട്ടാ. ബുദ്ധന്മാര് കൂടുതൽ കേട്ടാ. ഏത് ഭാഗത്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളോട് ബുദ്ധമതം അങ്ങനെ പറയില്ല, അങ്ങനെ ആരത് പറയേണ്ടി വരും. ബുദ്ധമതക്കാർ എവിടെയാണ്? PSCന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഏറ്റവും കൂടുതൽ ജില്ല വെച്ചാൽ ഏതാണ്? മലപ്പുറമാണ്. കുറവല്ല, കൂടുതൽ മലപ്പുറത്താന്ന് പറഞ്ഞിട്ടാ. മലപ്പുറത്താ. അപ്പൊ B അബ്ദുറഹ്മാന്റെ വകുപ്പുകൾ കിട്ടിയില്ല. ഏതൊക്കെയാ? കായികം, പ്രവാസി കാര്യം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം, പിന്നെ റെയിൽവേന്റെ 3 വകുപ്പുകള്, പോസ്റ്റ്, റെയിൽവേ, ടെലഗ്രാഫ്. റെയിൽവേ മന്ത്രി കോൺഗ്രസ് ആകുമ്പോൾ ആ ടൈമിൽ ആര്യാടൻ മുഹമ്മദ് ഒക്കെയാണ് ആവല്. ഇപ്പം നമ്മളെ വന്ദേ ഭാരത് ഓടിയ ടൈമിൽ ആരായിരുന്നു? ആ റെയിൽവേന്റെ വന്ദേ ഭാരതിൽ അശ്വിനി വൈഷ്ണവിന്റെ ഒക്കെ കൂടെ പോയ ആളാണ് ആരാണ്? പിണറായി വിജയനും B അബ്ദുറഹ്മാനും കേട്ടോ. ഓക്കെ, റെയിൽവേ മന്ത്രി കേരളത്തിന്റെ ആരാധിച്ച ആരാണ്? B അബ്ദുറഹ്മാൻ കേട്ടോ. അടുത്ത ആരാ? മുഹമ്മദ് റിയാസ്. ഏതാ മണ്ഡലം? കോഴിക്കോട് ജില്ലയിൽ ഏതാണ്? ബേപ്പൂർ നിയോജക മണ്ഡലം അല്ലേ? ഏതൊക്കെയാ വകുപ്പുകള്? ടൂറിസം, പൊതുമരാമത്ത് അല്ലേ? ടൂറിസം, പൊതുമരാമത്ത്. പിണറായിന്റെ മരുമകൻ അല്ലേ? എന്തായാലും വകുപ്പില് നല്ല മാറ്റങ്ങളുണ്ട്. ടൂറിസം, പൊതുമരാമത്ത് അല്ലേ? അടുത്ത ആരാ? 12ാമത്തെ ആള് ആരാ? OR കേളു. ഏതാ ജില്ല? വയനാട്, മാനന്തവാടി അല്ലേ? ഏതൊക്കെയാണ്?
വകുപ്പുകൾ എസ് ടി ഇതാണ് കേട്ടോ. SC ST പിന്നോക്കക്ഷേമം. ഏതൊക്കെയാണ്? SC ST പിന്നോക്കക്ഷേമം. ഇതിനു മുന്നേ വയനാട് നിന്നൊരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു UDF ടൈമിൽ. ആരായിരുന്നു? PK ജയലക്ഷ്മി. കേട്ടുകണോ? PK ജയലക്ഷ്മി ഒരു വനിതാ മന്ത്രി ആയിരുന്നു കേട്ടോ. അപ്പൊ OR കേളു UDF അന്ന് നല്ല ഇതിൽ കൊണ്ടുവരുന്ന ആളാണ് PK ജയലക്ഷ്മി കേട്ടോ. നല്ലൊരു മന്ത്രിയും പാടായിരുന്നു. OR കേളു ഏതൊക്കെയാ വകുപ്പ്? SC ST പിന്നോക്കക്ഷേമം. മണ്ഡലം ഏതാണ്? വയനാട് മാനന്തവാടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒന്നും പാടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ആളാരാ? ബി അബ്ദുറഹ്മാന്. ബി അബ്ദുറഹ്മാൻ ഏതോ മണ്ഡലം? മലപ്പുറം ജില്ലയില് താനൂർ മണ്ഡലം. ഓക്കെ അല്ലേ? ഏതൊക്കെയാ വകുപ്പുകള്? കായികം, പ്രവാസികാര്യം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം, പോസ്റ്റ്, റെയിൽവേ, ടെലിഗ്രാഫ്. അല്ലെ? എന്റെ വെള്ളിമുങ്ങയില് കായികം എന്ന് പറയുമ്പോ കായികത്തിൽ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആലോചിക്കട്ടോ അല്ലെ? കായിക വകുപ്പ് എന്ന് വെച്ചാൽ ഒന്നും അതിനൊന്നും കിട്ടൂല, ബാക്കി എല്ലാ വകുപ്പൊന്നും അത്യാവശ്യം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടോ. വെള്ളിമൂങ്ങ പടം കണ്ടിക്കണ വിജുമേനന്റെ അതിലെ ഡയലോഗ് ഉണ്ട് കേട്ടോ. വെള്ളിമൂങ്ങയില് കായിക വകുപ്പ് കിട്ടുമന്. അപ്പൊ പറയും വിജുമേനൻ പറയാം അതിന്ന് എന്ത് കിട്ടാൻ, അത് വേണ്ട പറയും അല്ലെ? വേറെ എന്തെങ്കിലും കിട്ടണമെന്നാണ് അത് പറഞ്ഞത്. ഓക്കെ, അടുത്തതാ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് അല്ലെ? ഏതൊക്കെയാ വകുപ്പുകള്? അതന്നെ PWD ടൂറിസം അല്ലെ? പൊതുമരാമത്ത്, ടൂറിസം, പബ്ലിക് വർക്കില്ലേ ഉള്ള റോഡ് നന്നാക്കലും പിന്നെ ടൂറിസം അല്ലെ? ടൂറിസം അതിന്റെ ഭാഗമായിട്ട് ഫറോക്ക് പാലൊക്കെ ലൈറ്റ് വെച്ച് കണ്ടില്ലേ? അവിടെ തന്നെ ഇപ്പൊ ജങ്കാര അത് കുറെ തോണി സർവീസ് ഒക്കെ തുടങ്ങി കേട്ടോ. നല്ല രസമായിട്ടുള്ള. അടുത്ത 12ാമത്തെ മന്ത്രി OR കേളു. എവിടെ നിന്നുള്ള ആളാ? വയനാട് ജില്ലയില് മാനന്തവാടി. ഏതൊക്കെയാ വകുപ്പുകള്? SC ST പിന്നോക്കക്ഷേമം. SC ST പിന്നോക്കക്ഷേമം കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തോളേ. നോട്ട് ചെയ്തുള്ള ആൾക്കാർ എഴുതിക്കൊള്ളുക. നോട്ട് എഴുതുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാർ എഴുതിക്കൊള്ളുന്ന അത്രയും ഒരു ഇതാട്ടോ. നമ്മളെ സ്വന്തമായിട്ട് ക്ലാസ് കേട്ടിട്ട് നോട്ട് എഴുതുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതിൽ പഠിക്കട്ടോ. ബാക്കിയുള്ള ആളുകൾക്ക് ഞാൻ ഇത് വിട്ടുതരാം കേട്ടോ. നോട്ടാക്കിയിട്ട് വിട്ടുതരാം.